എന്നേക്കാൾ ഉപരി ഇവിടെ ഓടി വന്നിട്ട് സത്യേട്ടനെ കാണണമെന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടി ഉടനെ നിൽക്കുന്നുണ്ട്. വിഷ്ണു എന്നത് അവൻ അവിടുന്ന് തന്നെ നോക്കുന്നുണ്ട്. അവനിങ്ങനെ പിന്നെ ഈ സുനിൽ സുഗത അവന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ അവൻ കാണുന്നുണ്ട്. രാത്രി 2 മണി വരെയുള്ള പടം കാണും. ഇവരുടെ അച്ഛനോട് വിഷ്ണു തൊട്ട് പുറകിലുണ്ട്. അപ്പം ഇവൻ ഇദ്ദേഹത്തെ കാണണമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതിനെ നിങ്ങൾ കാണുന്നത് നല്ലതാണ്. കാരണം അപ്പോ വലിയ ഭ്രാന്തനാണ്. അവസാനം എന്നെ വിളിച്ച് അന്തിക്കാട്ട് കൊണ്ടുപോയി. ഞാൻ കെട്ടിപ്പോയി. സത്യനോട് അസൗകര്യം പിന്നെ ഉണ്ടാവില്ല. ഡൽഹിയിൽ പുള്ളിയോടെ കാര്യമായിട്ട്. പിന്നെ അവൻ എന്നെ വിട്ടു. അപ്പോൾ ആരോ പറഞ്ഞു സാഹിതിയിൽ വരുന്നുണ്ടെന്ന്. അതൊക്കെ അവൻ ഫോട്ടോ നോക്കിയപ്പോൾ സത്യനെ കാണുന്നില്ല. അപ്പം ഞാൻ സമാധാനിപ്പിച്ചു. കാരണം വരാൻ ഇടയില്ല. ഇല്ല വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ണീകൃഷ്ണൻ അവിടുന്ന് കാണിച്ചു. സത്യത്തിനായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം കിട്ടിയിരുന്നു. അറിയിപ്പോൾ നമ്മൾ പറഞ്ഞു നിശ്ചയമായിട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ബലമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം വന്നുകൊണ്ട് സന്തോഷിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ അവനും സന്തോഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ അമൃത ടിവിയിലൊക്കെ ഞങ്ങൾ സ്വരനെക്കുറിച്ചും പത്മരാജനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇങ്ങനെ ഫീച്ചേഴ്സ് ചെയ്യാറുണ്ട്. പിഷാരടി പിഷു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ പിഷാരടി എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ മലയാളത്തിൽ നിന്നിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ സിനിമാ ഫീൽഡിൽ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. ഒരു വലിയ നഷ്ടമായിട്ടുണ്ട്. ഇതേപോലെ ആ പിഷാരടിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ട് നിന്നുകൊണ്ട് ഈ അമൃത ടിവിക്ക് ജീവൻ കൊടുക്കുന്ന മനുഷ്യനാണ് നമ്മൾ ഈ കരിപ്പിയുമായി. ഓരോ ഷോട്ട്സും എത്ര ഭംഗിയായിട്ട് എടുക്കണം. അത് കണ്ടാൽ പറയാം ഭരതനെക്കുറിച്ച്, നമുക്ക് എല്ലാ ആൾക്കാരെ കുറിച്ചും ഗംഭീരമായിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരാളാണ് ഈ കരി. അന്നേ ഞാൻ കരിയെ നോട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ നോട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നോട്ട് ചെയ്യുന്ന ഒരാൾ ഇവിടെയുണ്ട്. അതാണ് ഉണ്ണി. എന്നേക്കാൾ മുമ്പ് ഹരിയുടെ ഫുൾ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തതിൻ്റെ നേരെയുണ്ട്. സാഹിതിയിൽ ഹരി വരുന്നുണ്ട്. ഞാൻ അന്ന് ഹരി അത്ഭുതപ്പെട്ടു. എംജിആർ നടന്നുകൂടാ വേഴ്സറ്റാലിറ്റി എന്നൊക്കെ അവതരിപ്പിച്ചു. അപ്പം ഞാൻ ആലോചിച്ച് കൊള്ളാം, ഇയാൾ എഴുതിയ പാട്ടുകൾ മാത്രമാണ് അന്ന് 30% വന്നത്. സത്യം വേണം സത്യ എല്ലാവരും വെട്ടിക്കുന്ന മനോഹരമായ പാട്ടുകൾ. വീട്ടിൽ പോയി ഞാൻ 5 മിനിറ്റ് അസൂയപ്പെട്ടു. അല്ല ഉണ്ടാവും 5 മിനിറ്റ് ബഹുമാനമുണ്ട്. മാത്രമല്ല ഇയാളുടെ ഒരു വലിയ ദോഷവും ഗുണവും, ഇയാൾക്ക് ആരോടും അസൂയയില്ല, ആർത്തിയില്ല. അതാണ് ആർട്ടിസ്റ്റെല്ലാം ഉണ്ട്. ഈ അടുത്ത ദിവസം എൻ്റെ ഒരു അത്ഭുതമൊന്നുമല്ല, എനിക്കൊരു കൃതിക്ക് എന്തോ കുറച്ച് എമൗണ്ട് കിട്ടി. അപ്പോൾ ഈ എമൗണ്ടിനെ കുറിച്ച് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു സാഹിത്യത്തിൻ്റെ എറണാകുളത്ത് പോയി അന്വേഷിച്ചിരിക്കുന്നു. പ്രായമുള്ള ആളാണ്, ഓൾമോസ്റ്റ് ഒരു 80 വയസ്സ് കഴിയും. ഇത് അത്രയും എമൗണ്ട് കിട്ടുമോ, അത് എനിക്ക് കിട്ടുമോ? ഉണ്ണി മരിക്കാനും കയറി സമയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹിത്യകാരന്മാരുടെ ഇടയ്ക്കാണ് ഹരി എന്ന് പറയുന്ന ഒരാൾ. അതിൻ്റെ പേര് ഞാൻ പറയില്ല, നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറയും, ഞാൻ പറഞ്ഞു ഇത്രയും ചെറുപ്പത്തിൽ പോലും നിങ്ങൾക്ക്. ഞാൻ പിന്നെ നേരത്തെ കണ്ടത് ഇയാൾക്കൊരു ദൂഷ്യമുള്ളത്, പ്രധാനപ്പെട്ട ദൂഷ്യമാണ്. വേണ്ടി വന്നാൽ മരണം വരെ ഉണ്ടാകും, അപകട മരണം. ഈ ഹരിയെപ്പറ്റി ഞാൻ ഒരു പ്രവചനം നടത്തുകയാണ്. കാരണം ഇയാൾ പത്മരാജനാണ്. പത്മരാജൻ ഇങ്ങനൊരു സാഹസിക ബുദ്ധിയുള്ളതുകൊണ്ട് അതിസാഹസത്തിൻ്റെ ഒരു പ്രത്യേക തുരുത്തിൽപ്പെട്ടാണ് 52-58 വയസ്സിൽ അദ്ദേഹം നഷ്ടപ്പെട്ടത്. അത്രമാത്രം സാഹസികത ഒരു ചെറുപ്പക്കാരനോ ഒരു ഡയറക്ടർക്കോ ആവശ്യമില്ല. നോ കോംപ്രമൈസ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പടം നിങ്ങൾ കണ്ടു കാണും. അത് എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് നിർമ്മാതാവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ആ പടം കണ്ടു. കാരണം നഷ്ടം നോക്കി പടം പൊളിഞ്ഞു. പക്ഷേ പത്മരാജൻ്റെ ഹൃദയമാണ് പൊളിഞ്ഞു. ആത്മാർത്ഥമായിട്ടൊരു സൃഷ്ടിക്ക് പിന്നിൽ നല്ലൊരു ഫിലിമേക്കർ പറ്റാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുന്നത്. പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹരിയുടെ ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഇതുണ്ടാകുന്ന ഒരു വഴിയുമില്ല. കാരണം ഹരിക്ക് കുറച്ചുകൂടെ പത്മരാജനേക്കാൾ കുറച്ചുകൂടെ ഒരു പരിസരബോധം ഉണ്ടെന്ന് കഴിയുന്നു. എന്നിട്ട് ഞാൻ എഴുതിയൊരു പാട്ട്, ഞാനല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പാട്ട് ഇങ്ങനെ ഒരു മിനിറ്റിൽ അവതരിപ്പിക്കാമെന്നുള്ളത്. അത് ആ പാട്ടിനേക്കാളും ഗുരുദേവൻ്റെ കവിതയെക്കാളും വയലാറിൻ്റെയൊക്കെ കവിതകളുണ്ട്. ഇതിനെയൊക്കെ വെട്ടിക്കുന്ന പോലെ 1 മിനിറ്റ് കൊണ്ട് ഞങ്ങളെയൊക്കെ വെട്ടിക്കുന്ന രീതിയിലാണ് സത്യത്തിൽ അപ്രകാവ്യം എന്ന് പറയുന്നതാണ്. ലോകം മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്നതാണ്. കുടി വരച്ചാലും കുരിശ് വരച്ചാലും നിസ്കരിച്ചാലും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതമേതായാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഗുരുദേവനെ മോഹിപ്പിച്ചതാണ് എല്ലാ പാർട്ടീസും.
പക്ഷേ ഈ ആശയം വെള്ളിത്തിരയിൽ ഒരു മിനിറ്റ് കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ടച്ചിങ് ആണ്. എനിക്ക് ഈ സുനിൽ സൗദയെ കുറിച്ചൊരു ഇമേജ് ഉണ്ടായിരുന്നു, അത് പോയി. കാരണം ഇയാൾക്ക് എന്ത് സത്യം, കാരണം ഇയാൾക്ക് കമലൊക്കെ കൊടുത്ത ഒരു ഇമേജ് വേറെയായിരുന്നു. പക്ഷേ ഈ കൊച്ചു മനുഷ്യന് കൊടുത്ത ഇമേജോട് കൂടി ഇയാൾക്ക് ഒരു സത്യൻ്റെയൊക്കെ രീതിയിലുള്ള വലിയൊരു ആക്ടറെ ഇയാൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പുള്ളിക്കത് അറിയില്ല, അറിയെങ്കിൽ പുള്ളിയുടെ വരില്ലായിരുന്നു. അപ്പം അങ്ങനെ അത്രത്തോളം വിദഗ്ധനായിട്ടുള്ള ഒരാളിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗംഭീരമായിട്ടുള്ള കൈയൊക്കെ പുള്ളിയുള്ള ശീലമുണ്ട്. അത് മനോഹരം. അത് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗംഭീരമായി അത്. അപ്പോൾ അവരെ കാർ ഓടിച്ച് പോകുമ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് നമുക്കറിയില്ല. അതിൻ്റെ എൻ്റെ ആ സന്ദേശമാണെങ്കിലും ഏറ്റവും മനോഹരമാണ്. അല്ലാതെ ക്രിസ്ത്യന് എല്ലാം ഒന്നെന്ന് കാണിക്കുന്ന ആ ചിത്രമുണ്ട്, മനോഹരമായിരിക്കും. പിന്നെ നമ്മുടെ പൂരത്തിൻ്റെ പുലിക്കളിക്ക് പഠിക്കാറുണ്ടെങ്കിൽ ഞാൻ ശുപാർശ ചെയ്യുന്ന മെയിൻ കൂലി ഇദ്ദേഹമായിരിക്കും. ഇത്ര മനോഹരമായൊരു കൂലി ലോകത്തില്ല, പ്രത്യേകിച്ച് ആ വയറിൻ്റെയൊക്കെ അവലിയുടെ വയറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു നടനെ പോയി പ്രസന്റ് ചെയ്തു. പിന്നെ മുകേഷ് പറയാറുണ്ട് ശങ്കരാണിയുടെ പുനർജന്മം എന്നൊരാളെ കിട്ടാറുണ്ട്. ശങ്കരാണി ചേട്ടൻ പോയല്ലോ ദുഃഖി, സത്യനൊക്കെ ദുഃഖിക്കുകയാണ്, അദ്ദേഹം പോയല്ലോ. പോയിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ട്. അവനാണ് അതിനകത്ത് അഭിനയിച്ച വേറൊരാൾ. അക്ഷരാഭ്യാസം കല്യാണ പേര് കണ്ട കഥാപാത്രമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അത് കറക്റ്റ് ശങ്കരാണിയുടെ ഫേസും അതുപോലെ എല്ലാ മാനറിസവും അയാളെ കാസ്റ്റ് ചെയ്തു. പിന്നെ മൗനത്തിൻ്റെ ഒരു സാധനം ഉണ്ടായി. ഈ മൗനത്തിൽ ഇയാൾ ആരെ കാസ്റ്റ് ചെയ്തെന്നുള്ളത് വളരെ പ്രധാനമാണ്. മൗനത്തിന് കാസ്റ്റ് ചെയ്തത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല മൗനത്തിനെ സെലക്ട് ചെയ്തു. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സിനിമാരംഗത്ത് എനിക്ക് ഒരുപാട് പേര് പരിചയമുണ്ട്, പലരും തൊട്ട് അതിന് മുമ്പുള്ള ആൾക്കാർ എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും മുഖത്തൊരു മൗനവും ചിരിരഹിത മുഖവുമായിട്ട് ഡീൽ ചെയ്യുന്ന നല്ലവനായൊരു സുഹൃത്ത് ഉണ്ട് മലയാള സിനിമാരംഗത്ത്, രഞ്ജിപ്പണിക്കർ. രഞ്ജിപ്പണിക്കർ ചിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സോഷ്യലിസം ഒന്നും കണ്ടെത്തും. നമ്മൾ അത്രത്തോളം ചിരി ഒതുക്കുന്ന, ഉള്ളിൽ ചിരിക്കുന്ന ഒരാളാണ് രഞ്ജി. അപ്പോൾ ആ രഞ്ജിയുടെ ഒരു ഷോട്ട്, രഞ്ജി ചിരിക്കുന്നില്ലല്ലോ, പക്ഷേ രഞ്ജി ചിരിച്ചു. അതാണ് ആ ചിരി എന്നുള്ള സാധനം. ഞാൻ രഞ്ജിക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തൻ രഞ്ജിയെ ഇതിഹാസ പുരുഷനാക്കിയിട്ടുണ്ട്, അതൊക്കെ പറയാൻ പോകുന്നുണ്ട്. അതാണ് ആ സിനിമയുടെ. പിന്നെ ഇതിനകത്തുള്ള വേറൊരു ഡയലോഗിനുള്ള പ്രാധാന്യം. ഡയലോഗ് എല്ലാവരും പലപ്പോഴും വാചാലമായിട്ട് പറയുമെങ്കിലും ഇതിൽ ഡയലോഗിന് കൊടുത്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഓവിജൻ്റെ കാർട്ടൂൺ പോലെയൊക്കെ ഇത്രമാത്രം ഡയലോഗ് ഓറിയൻറ്റഡ് ശ്രദ്ധിക്കുന്ന ഇയാൾ പോയി ചെന്നായ, ചീങ്കണ്ണി, പോത്ത്, ചീറ്റപ്പുലി, പന്നി, പാമ്പ് എന്തൊക്കെയുണ്ട് ഈ ഹരിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നായും ചീറ്റപ്പുലിയൊന്നും കണ്ടിട്ടില്ല, എങ്കിലും പറയാണ് അത്രത്തോളം വേഴ്സറ്റായിട്ടുള്ള ആൾക്ക് മാത്രമേ ഡയലോഗ് രഹിതമായിട്ടുള്ള എന്നാൽ ഡയലോഗുള്ള ഷോർട്ട് സാധനങ്ങളാണ് കൊച്ചു കൊച്ചു കാർട്ടൂൺസ് തന്നെ പിടിക്കുക. മാത്രമല്ല ഈ സമയത്ത് ഞാൻ അടൂർ ബാലകൃഷ്ണൻ്റെ ഒരു സെറ്റിൽ ഞാൻ കൊണ്ടുപോയി. ഞാൻ ശ്രീകരാഹം ബാലകൃഷ്ണനൊക്കെ ഉള്ള സമയത്ത് ഈ സിനിമ ചെയ്യുന്നത് അവിടെ ഒരു കടൽ തീരത്തിലായി വെച്ചായിരുന്നു. അപ്പോൾ സിനിമ ചെയ്തപ്പോൾ കൂടെ കെ പി കുമാരൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുണ്ട്. കുമാരൻ ഇങ്ങനെ എപ്പോഴും ഉണ്ട്, നിഴല് പോലെയുണ്ട് അടൂർ ബാലകൃഷ്ണൻ്റെ കൂടെ. ഈ പടം ചെയ്തപ്പോൾ കുറേ ഫിലിം ബേസ്ഡായി അധികം വന്നു. അപ്പോൾ കുമാരൻ ആലോചിച്ചു, ഒരു ഐഡിയ കൊണ്ടിട്ടു. അടൂരിനോട് പറഞ്ഞു ഞാനൊരു ചെറിയ പ്രയോഗം നടത്താൻ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ ഫിലിമുമായിട്ട് പോയിട്ട് വേറൊരു പടം ചെയ്തു, ഷോർട്ട് ഫിലിം. അതിൻ്റെ പേര് ദ റോക്ക് എന്നാണ്. ഈ നമ്മുടെ കണ്ടല്ലോ നാരായണത്ത് പ്രാന്തൻ ഇത് ഉരുട്ടിക്കയറ്റി താഴെ ഇട്ടുന്ന സംഭവമുണ്ട്, അതാണ് പിക്ചറൈസ്. അത് ദ റോക്ക്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും സെൻസേഷനുള്ള ആദ്യത്തെ ഷോർട്ട് ഫിലിം കെ പി കുമാരൻ്റെ ആ പടമായിരുന്നു. പക്ഷേ അത് കണ്ടിട്ടില്ല, കാണേണ്ടി വരും, കണ്ടേ പറ്റും, അത്ര മനോഹരമായിരുന്നു. അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന അതേ ഒരു ഇന്നോവേറ്റീവ് സ്പിരിറ്റുള്ള ഈ ഹെൽത്ത് ഞാൻ കണ്ടതിൽ സന്തോഷമാണ് ഹരിയെക്കുറിച്ച്. ഇവിടെ ഹരിയെ വിളിച്ചു വരുത്തി കറക്റ്റായിട്ടുള്ള സംവിധായകനെയാണ് കണ്ടുപിടിച്ചത്. കാരണം സത്യനെക്കുറിച്ച് ഞാൻ ഇരുത്തി പോയിട്ട് ശരിയല്ല, പുറത്ത് പോയി പോകട്ടാന്ന് ആലോചിച്ചു. അപ്പം നിങ്ങളുടെ മുമ്പ് വെച്ച് പറഞ്ഞതിൽ തെറ്റാണ്. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സിനിമയ്ക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ സിനിമകൾ ഒരുപാട് ലോകത്തുണ്ടായിരുന്നു. ഈ പിന്നെ സത്യൻ ശ്രീനിവാസൻ കോംബോയുടെ ഏറ്റവും മനോഹരമായ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സിനിമയ്ക്ക്, അതാണ് നേരത്തെ പറഞ്ഞ ആ സന്ദേശം. വാസ്തവത്തിൽ അത് ഒരു 1000 തവണ കണ്ടാലും നമുക്കത്
പിന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും രാഷ്ട്രീയ ജീവിതവും ബുദ്ധിമുട്ടുകളും കാണുമ്പോഴും പിന്നെ ഈ പടം ഞാനും ഉണ്ണി പലപ്പോഴും സത്യനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് റെഫർ ചെയ്യാറുള്ള പടം. അപ്പോൾ സത്യത്തിലുള്ള ഈ ഒരു സിനിക്ക് ഉണ്ട് മനസ്സിലുള്ളത്, അത് ഇയാൾ അതുപോലെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഹരി. പക്ഷേ ഹരിയിൽ നിന്നും സത്യനിലേക്കുള്ള പുള്ളിയുടെ നീക്കം എന്ന് പറയുന്നത് കുറച്ച് അരവിന്ദനും കയറിയിട്ടുണ്ട്. അരവിന്ദൻ്റെ പ്രയത്നമോ എന്തോ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, ഒരു കിളിയുടെ ചലനങ്ങളുണ്ടല്ലേ കച്ചവട വാസ്തവത്തിൽ അവിടെയൊക്കെ അരവിന്ദൻ്റെ ഒരു ടച്ച് ഇങ്ങനെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അനുകരണമല്ല, ഉള്ളിലൊരാൻ അരവിന്ദനും പത്മരാജനും സത്യനും ഒക്കെ കൂടെ പോയി ഇവൻ ആരാണ് ചെന്നായ ചീങ്കണ്ണി ഞാൻ പറയാൻ കാരണമല്ല. അതുകൊണ്ട് ഈ സുഹൃത്തിൻ്റെ ഈ പരിപാടിക്ക് വരാനിടയതിൻ്റെ ഒരു ഭാഗ്യമാണ്. ബാക്കിയുള്ളവർ പുകഴ്ത്താൻ മറന്നുകയാണ്, കാരണം അങ്ങനെ ലയിച്ചു പോയി. പിന്നെ ഞാൻ ഈ പറയുന്നത് ഞാനല്ല, നിങ്ങൾ സത്യത്തിൽ ഞാനിവിടെ ഇല്ല. ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം തന്നെയാണ്. കാരണം AI യുഗമാണ്, ഞാനായിട്ട് വേറൊരാളെ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് AI രാജേന്ദ്രൻ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, വേറൊരു രാജേന്ദ്രൻ. ഇനിയുള്ള കൃത്രിമ നിർമ്മിത ബുദ്ധിയിൽ നമ്മുടെ സാഹചര്യക്ക് പോലും AI ഉണ്ടാകുന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കുക. ചെയർമാൻ കിട്ടിയിരിക്കുക, വേറെ സാഹചര്യം ഉണ്ട്. ശാസ്ത്രം അത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി MD രത്നമ്മയോട് ഇരിക്കുന്നുണ്ട്. സത്യനൊരു അത്ഭുതമായിരുന്നു, പുള്ളിയുടെ ഒരു കഥ സത്യം ചെയ്തിട്ടുണ്ട്. പുള്ളി അവിടെ ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ മകൻ സുധിയുണ്ട് ഇവിടെ, മിക്കവാറും MD ഫാമിലി മൊത്തം ഉണ്ട് ഇവിടെ. അപ്പോൾ അത്ഭുതമായിട്ട് എനിക്കിരിക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇവരൊക്കെ പക്ഷേ ഒളിച്ചൊളിച്ച് എന്നെപ്പോലല്ല, ഒളിച്ചൊളിച്ചിരിക്കും, പുറത്തേക്ക് വരില്ല. എല്ലാവർക്കും എൻ്റെ ഒരു ധന്യവാദം. പിന്നെ ഇത് കേൾക്കാൻ നിങ്ങൾ ഇരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മഹത്വം. എന്നുവെച്ചാൽ ഉണ്ണി പറഞ്ഞതും ഈ മറ്റേ ഉദയമാനൻ്റെ പാട്ട് പോലെ കാറ്റ് പറഞ്ഞതും കൊള്ളാണ് എന്നത്തെ പാട്ടിൽ എന്ന് പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്നതൊക്കെ ഗംഭീരമായ പ്രസംഗങ്ങളാണ്. പ്രസംഗമായിരിക്കരുതെന്ന് ഉണ്ണി പ്രത്യേകം പറഞ്ഞു. കാരണം ഈ ചിത്രത്തെക്കുറിച്ചാണ് പറയേണ്ടത്. റിയാക്ഷൻസ് നന്നായിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സരണി തന്നെ ഉണ്ടാകുന്നുണ്ട് കൊച്ചു സിനിമയുടെ. നേരത്തെ സത്യം പറഞ്ഞ പോലെ ഈ വലിയ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്ക് LP സ്കൂളിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇയാളുടെ തുടക്കം തന്നെ ഈ കാർട്ടൂൺ, ഒരു OVൻ്റെ ഒരു മൂർച്ചയേറിയ കാർട്ടൂണാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഹരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി തുടർച്ചയായിട്ട് ഈ രംഗത്ത് നിൽക്കണം. ഹരിയുടെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ആർക്കുമില്ലാത്ത, സിനിമാക്കാർക്കില്ലാത്ത ഒരു നല്ല എലിമെൻ്റ് ഉണ്ട് പുള്ളിക്ക്, ആത്മാർത്ഥത. അതുകൊണ്ട് കഴിയുന്നതും ആത്മാർത്ഥത വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങാൻ ആശംസിച്ചുകൊണ്ട്